അള്ളാന്റെ ഇബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരൻ അർശിന്റെ തണലുണ്ട്. ഓർത്തുപോകുന്നു, ഈ അടുത്ത് കേരളത്തിലെ നാദാപുരം എന്ന സ്ഥലത്ത് സാധുവായ ഞാൻ വാവിന് പോയപ്പോ അവിടെയുള്ള SSFന്റെ ചെറുപ്പക്കാർ, അബ്ബാസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാർ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോ പരിസരത്ത് കണ്ണോത്ത് എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് നേരെ മുന്നിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ആ ഖബറിന്റെ മീസാൻ കല്ല് നോക്കുമ്പോ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ഖബറാണ്. 1995 ലോകത്തോട് വിട പറഞ്ഞ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ ഞാൻ അതാ കണക്കിട്ട് നോക്കുമ്പോ 22 വർഷം പിന്നിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ, ഇവിടെ ഖബറിസ്ഥാനില്ലേ? 22 വർഷങ്ങൾ മരിച്ച് പിന്നിട്ട ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഖബർ സിയാറത്തിന് സാദാത്തുക്കൾ വരുന്നത് കാണാറുണ്ടോ? തങ്ങന്മാര് വരുന്നത് കാണാറുണ്ടോ? അലിമീങ്ങൾ വരുന്നത് കാണാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു പൊതു ഖബറിസ്ഥാനിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറാണ് ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരന്റെ ഖബറ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം സിയാറത്തിന് പോകുന്ന ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരും ആലിമീങ്ങളുണ്ട്. എന്തേ കാരണമെന്നറിയോ? 30 വർഷങ്ങൾക്ക് മുമ്പ്, 30 വയസ്സ് ആകുന്നതിന് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഓ ഖാലിദ്. പക്ഷെ എന്നാലും അറിയുമോ, ഇന്നും ആ ചെറുപ്പക്കാരനെ ഓർക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സാദാത്തുക്കളുടെ പിന്നിലണിനിരന്ന്, ആലിമീങ്ങളെ പിന്നിലണിനിരന്ന് SSFന്റെ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിച്ച ചെറുപ്പക്കാരനാ. എന്നോട് അബ്ബാസ് പറഞ്ഞു, ഉസ്താദേ, ഓ ഖാലിദ് മരണപ്പെട്ടപ്പോൾ അന്ന് ഓ ഖാലിദിന്റെ ജനാസ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുളിപ്പിച്ച് നേരെ മർക്കസിൽ കൊണ്ടുപോയി അവിടെ ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ നാട്ടിലേക്ക് ചൊക്ലിയിലേക്ക് അതാ ജനാസ കൊണ്ടുവരികയാണ്. ആംബുലൻസിൽ മയ്യിത്ത് കൊണ്ടുവരുമ്പോ അതാ റോഡിന്റെ 2 ഭാഗത്തും 43ഓളം വരുന്ന മദ്രസയിലെ മക്കള്, അതുപോലെ ഉസ്താദുമാര്, ആ ഉസ്താദുമാരും മക്കളും റോഡിന്റെ 2 വശങ്ങളിൽ നിൽക്കുന്നു. തഹ്ലീൽ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസയെ വരവേൽക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്തേ കാരണമെന്നറിയോ? ഓ ഖാലിദ് തങ്ങളല്ല, ഓ ഖാലിദ് വലിയ ആലിമല്ല, ഓ ഖാലിദ് വലിയ കോടീശ്വരനല്ല, ഓ ഖാലിദ് വലിയ പണക്കാരനല്ല. പക്ഷേ ഓ ഖാലിദിന്റെ കയ്യിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു. എന്താണെന്നറിയോ? SSF എന്ന സമ്പത്താണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ഷമീർ മുസ്ലിയാരെ പരിചയമില്ലേ? കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കാരനായ ഷമീർ എന്ന കൂട്ടുകാരൻ സുബ്ഹാനല്ലാഹ്, സഖാഫി ബിരുദം വാങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, സമയങ്ങൾ അല്പം മാത്രമേ ബാക്കിയുള്ളൂ. പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്തു. ആ ഷമീരിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണെന്നറിയോ? ഈ പ്രസ്ഥാനത്തിന്റെ തുടിപ്പും എല്ലാമായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളാണ്. എല്ലാ തിരക്കുകളും അങ്ങ് മാറ്റിവെച്ച് ഒരു നിമിഷം പോലും സമയം ലഭിക്കാത്ത നേതാവല്ലേ? എല്ലാ തിരക്കും അങ്ങ് മാറ്റിവെച്ച് ഒരു SSFന്റെ കരളിന്റെ തുടിപ്പായ ഷമീർ മുസ്ലിയാർ മരണപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോ നേതാവായ സുൽത്താനുൽ ഉലമാ ഷമീരിന്റെ വീട്ടിലെത്തി, ആ പള്ളിയിലെത്തി.
ഇന്ന് SSF എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, അങ്ങകലെ വിദേശ രാഷ്ട്രങ്ങളിൽ വരെ SSFന്റെ സഹോദര സംഘടനകളായ ICF പ്രവർത്തിക്കുന്നുണ്ട്, കർണാടകയിലെ KCF പ്രവർത്തിക്കുന്നുണ്ട്, റിസാല സ്റ്റഡി സർക്കിൾ എന്ന പേരിൽ RSC പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശാഖകളിലും എല്ലാ യൂണിറ്റുകളിലും എന്തിനേറെ പറയണോ, മക്കത്തെ ഹറം ഷരീഫിൽ വരെ മദീനയുടെ റൗളാ ചാരത്ത് വരെ SSFന്റെ സഹോദരന്മാര് ഒരുമിച്ച് കൂടി ഷമീരിന്റെ ബർസഖിയായ ജീവിതം ബാസുരമാകാൻ പ്രാർത്ഥിച്ചു. എന്തേ ഷമീരിന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം? ഷമീർ SSFന്റെ പ്രവർത്തകനാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഏത് മീറ്റിംഗിനും പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പോരാ, ഷമീർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചാൽ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനില്ലേ, ആരാണ് ഖാസിം എന്ന പേരുള്ള മോനില്ലേ, ആ മോന്റെ പേര് ഞാൻ വെക്കും, മുഹമ്മദ് ഖാസിം എന്ന് വെക്കും. പക്ഷെ അല്ലാഹുവിന്റെ വിധിയാണ്, കല്യാണത്തിന് ദുനിയാവിൽ അവസരമില്ല. പറയട്ടെ, ഷമീരിന് ലോകമോർത്തില്ലേ ചെറുപ്പക്കാരാ? എന്തേ കാരണം? ഷമീർ കുടുംബം നല്ല പണക്കാരുടെ കുടുംബമാണ്, പാവപ്പെട്ടവനല്ല ഷമീർ. പക്ഷേ പണമുള്ളത് കൊണ്ടല്ല ഷമീരിനെ ഓർത്തത്. ഷമീരിന്റെ ബാപ്പയും ഉമ്മയും വിദേശത്താണ് താമസം, അവർ വലിയ പണക്കാരുടെ കുടുംബം എന്ന് കരുതിയിട്ടല്ല. പിന്നെയോ ഓർക്കാനുള്ള കാരണം, അങ്ങനെ പണക്കാരെ ഓർക്കണമെങ്കിൽ ഇവിടെ എത്ര പണക്കാരാ മരിച്ചുപോയത്, അവരെ ഓർക്കാൻ ഇവിടെ ആളുകളുണ്ടോ? ഷമീരിനെ ഓർക്കാനുള്ള കാരണം എന്താണ്? അതാ SSFന്റെ സജീവ പ്രവർത്തകനാണ്. സുൽത്താനുൽ ഉലമയുടെ മനുഷ്യ മനസ്സുകളിലെ കോർത്തിണക്കാൻ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന കേരള യാത്രയുടെ സമയത്ത് അറിയുമോ, നിങ്ങൾക്കറിയുമോ, കോഴിക്കോട്ട് നിന്ന് സൈക്കിളിൽ കയറിയിട്ട് തിരുവനന്തപുരം വരെ സൈക്കിൾ ഓടിച്ച പ്രവർത്തകനാണ്. എന്തേ കാരണം? ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, കാറിൽ പോകാൻ കഴിയാഞ്ഞിട്ടല്ല, ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഞാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ സൈക്കിൾ ഓടിച്ചു പോയാൽ കേരള യാത്രയുടെ ഒരു പ്രചാരണം കൂടിയാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേരളത്തിന്റെ SSFന്റെ 40ാം വാർഷികം എറണാകുളത്ത് വെച്ച് നടന്നപ്പോ അതിന്റെ പ്രചാരണാർത്ഥം ഒറ്റയ്ക്ക് ഒരു ദിവസം ട്രെയിനിലങ്ങ് കയറി, ആരും കൂടെയില്ല, തുടങ്ങി ഒരു 10 മിനിറ്റ് പ്രഭാഷണമാണ്. 40ാം വാർഷികത്തിന്റെ പ്രമേയ പ്രഭാഷണമാണ്. കൂടെ ആരുണ്ടോ ചിന്തയില്ല, കയ്യിൽ മൈക്കുണ്ടോ ചിന്തയില്ല, മുന്നിലുള്ളവർ എന്ത് അഭിപ്രായം പറയും എന്ന ചിന്തയില്ല. എല്ലാ ചിന്തയും മാറ്റിവെച്ച് SSFന്റെ ത്രിവർണ്ണ പതാക കയ്യിലേക്ക് ഷമീർ പ്രവർത്തിച്ചപ്പോ ആ ഷമീരിനെ ഓർക്കാൻ ഇന്ന് എത്ര പേരാണ്? അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ SSFൽ പ്രവർത്തിക്കുന്നവരാകണം. രക്ഷിതാക്കളോട് പറയട്ടെ, ഉമ്മമാരെ, നിങ്ങൾ നാളെ മരണപ്പെട്ടാൽ ഇന്ന് കണ്ടില്ലേ ഇവിടെ ഒരു ഉമ്മ മരിച്ചപ്പോ ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതല്ല, ഞാൻ അവിടെ പോയി യാസീനോദി. എന്തേ? എനിക്ക് ആ ഉമ്മാനെ പരിചയമില്ല, ആ ഉമ്മാക്ക് എന്നെയും പരിചയമുണ്ടാകണമെന്നില്ല. ഞാനൊരു ചെറിയ മുതല്ലിമാണ്. ഞാൻ അവിടെ പോകാനുള്ള കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാളെ നിങ്ങൾ മരിച്ച് ഖബറിലങ്ങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുആ കിട്ടണോ? നിങ്ങൾക്ക് SSFൽ മെമ്പർഷിപ്പ് ലഭ്യമല്ല, നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട്
അതേ സമയത്ത് നിങ്ങളുടെ ആൺമക്കളില്ലേ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ ആൺമക്കളില്ലേ, ആ മക്കളെ ആൺമക്കള് SSF-ൽ ചേർത്തി പ്രവർത്തിപ്പിക്കുക. എന്നാൽ നാളെ നിങ്ങളും മരിച്ച് ഖബറിൽ കഴിയുമ്പോ നിങ്ങളെ ഓർക്കാൻ ഇവിടെ ഒരു ടീമുണ്ട്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിന് കാരണമായി ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ കുഞ്ഞു സുജൂദ് വീണതാണ്. ആ സുജൂദ് വീണപ്പോ അങ്ങനെ തന്നെ പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ചിലർ പറയും, ഡോക്ടർ വന്നിട്ട് പറയും, ചിലപ്പോ സമയം ഞങ്ങൾ നോക്കൂ, നമ്മൾ നോക്കിയിട്ട് നോർമലായി പ്രസവം പറ്റൂല എങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. കാരണം കുഞ്ഞിന്റെ തല ഇപ്പോഴും താഴെ വന്നിട്ടില്ല. എന്തേ ഡോക്ടറിന്റെ അത്ര നിർബന്ധം? പുറത്തേക്ക് വരുമ്പോ ആദ്യമായി കുഞ്ഞിന്റെ തല വരണമെന്ന് എന്തേ നിർബന്ധം ഡോക്ടറിന്? അത് ഡോക്ടറിന്റെ നിർബന്ധമല്ല, അള്ളാന്റെ നിർബന്ധമാണ്, അള്ളാന്റെ തീരുമാനമാണ്. എന്റെ ഒരു അടിമ, ആ അടിമയുടെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യാതെ വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ തല ആദ്യം പുറത്തു വരുന്നു. ഈ കിതാബിലുണ്ട് ആ സംഭവം. നുസ്ഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ ബടായി പൊട്ടിച്ചതല്ല അവ പറഞ്ഞു വന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുമ്പോ അള്ളാനെ ഓർത്തുകൊണ്ടാണ് വരുന്നത്. ഞാൻ പറയട്ടെ, അള്ളാനെ ഓർത്താൽ ഒരാള് പോലും ഒരു കുടിക്കലും പെടൂല. ഉസ്താദേ കയ്യിൽ പണല്ല. എന്താ പണമില്ലാത്ത കാര്യം? എന്താണ് പണമില്ലാത്ത കാര്യം? പ്രധാനമന്ത്രി പഴയ നോട്ടെല്ലാം പ്രശ്നത്തിലായി പോയി. ഒരു അർദ്ധരാത്രിക്ക് നമ്മുടെ പഴയ നോട്ടുകളെല്ലാം ബാൻ ചെയ്തപ്പോ എത്ര ആളാണ് വിളിച്ചിട്ട് ചോദിക്കണം, ഉസ്താദേ സ്ഥാപനത്തിന് പൈസ വേണം? പറയാനും പേടിയാണ്. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാ ഗഡുവും കഴിഞ്ഞതുകൊണ്ട് പിടിക്കേണ്ടവരെ പിടിക്കും ചെയ്തു, പിടിക്കാത്തവരെ പൈസ ഉണ്ടാക്കുന്നവർ പൈസ ഉണ്ടാക്കുകയും ചെയ്തു, പൈസ പോയവൻ പൈസ പോവുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു വരുമൊന്നുമില്ല. ഒരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, 1 കോടി രൂപ ഉണ്ട് കയ്യിൽ, 1 കോടി രൂപ. അപ്പൊ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് ആ കമ്മിറ്റിന്റെ പേരിലുള്ള അക്കൗണ്ട് കിട്ടാലോ? എന്തൊരു സന്തോഷം. എന്നിട്ട് പറയാം, ഉസ്താദേ 70 ലക്ഷം തിരിച്ചു തന്നാ മതി. എത്ര? 70 ലക്ഷം തിരിച്ചു തന്നാ മതി. 30 ലക്ഷം സ്ഥാപനത്തിന് തന്നെ പോരെ. 30 ലക്ഷം 30 രൂപ അല്ല ഇവരുടെ 30 ലക്ഷം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോഴേക്ക് എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, 8-ാം തീയതിന്റെ ഉള്ളിലായിട്ട് എല്ലാ സ്ഥാപനത്തിന് കണക്ക് കൊടുക്കാനുള്ള പുതിയ തീരുമാനം വന്നില്ല. ഞാൻ പറഞ്ഞു വേണ്ട, പൈസ വേണ്ട. കാരണം പൈസ ഉള്ള പഴയ നോട്ടുള്ള ആളുകളെല്ലാം തീരുമാനം വന്ന ഉടനെ നേരെ പോയത് മംഗലാപുരം, കാസർഗോഡ് ജ്വല്ലരിക്ക് പോയിട്ട് കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് പൊന്നു വാങ്ങാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കണ്ണ് പൊന്നിന് വീണ്. ഓൻ പറഞ്ഞു, മംഗലാവാത്ത പെണ്ണിന്റെ കയ്യിൽ ഇത്ര പൊന്ന്, മംഗലായ പെണ്ണിന്റെ ഇത്ര പൊന്ന്, പിന്നെ പൈസത്തിയായ മാമന്റെ കയ്യിൽ ഇത്ര പൊന്ന്, ഓളെ കയ്യിൽ ഇത്ര പൊന്ന്, ആനിന്റെ കയ്യിൽ ഇത്ര പൊന്ന്, അതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല. അതിനെല്ലാം ലിസ്റ്റ് കാണിക്കണോ. അപ്പൊ പിന്നെ പൊന്നിന്റെ കച്ചവടക്കാർ അതും നിർത്തി. ഞാൻ പറഞ്ഞത് അവ എത്ര ആളാ എന്തെല്ലാം ഗുലുമാലിൽ വിട്ടത്, എന്റെ കുടുക്കിൽ പെടുന്നതെന്നേ. ഇപ്പൊ പിന്നെ എല്ലാം സമാധാനിപ്പിക്കാനായിട്ട് ഒരു പുതിയ നോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഗാന്ധിജിക്ക് ജീൻസ് പാന്റ് ഉടുപ്പിച്ച പുതിയ നോട്ട്. നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഒരാള് അങ്ങോട്ട് പോയില്ല. എവിടെ? ഗൾഫിക്ക് പോയപ്പോ ഈ കഫീൽ ചോദിച്ചില്ല, നിന്റെ രാജാവിന്റെ ഫോട്ടോ ഒന്ന് കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യം. ഏരി കാസർഗോഡുകാരനോട് ഓൻ കരുതിയത് നമ്മൾ ഇവിടുത്തെ രാജാവാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഓന്റെ കീശയിലുണ്ടായ നോട്ട് എടുത്തിട്ട് മഹാത്മാഗാന്ധിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കണ്ട നമ്മളെ രാജാ. അപ്പൊ ഈ അറബിയല്ലേ, ഓനും വലിയ സ്ഥാനത്തുള്ളവനല്ലേ കഫീൽ, അറബി. ഓൻ പറഞ്ഞു എന്തുവാടേ നമ്മളെ നാട്ടിലത്തെ രാജാവിന്റെ ഫോട്ടോ കണ്ടോ? നിന്റെ നാട്ടിലത്തെ രാജാവിന്റെ കീരിയ ഡ്രസ് ഇട്ടത് മഹാത്മാഗാന്ധി മറ്റേ ആ ഡ്രസ്.
അപ്പൊ ഇവൻ ആള് കാസർഗോഡുകാരനല്ലേ പറഞ്ഞിട്ട് ഓൻ കുടുങ്ങൂലല്ലോ. ലോകത്ത് എവിടെ പോയാലും കാസർഗോഡുകാരൻ കുടുങ്ങൂല. എന്റെ കളസക്കാരൻ ചിലപ്പോ കുടുങ്ങിയേക്കോ. യാ റബ്ബന, കാസർഗോഡുകാരൻ കുടുങ്ങൂല. നല്ല മനുഷ്യന്മാർ അള്ളാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്തു. ഇങ്ങനത്തെ ചിരിക്കുന്ന സന്തോഷമായില്ലേ നിങ്ങൾക്ക്? അള്ളാഹു ബർക്കത്ത് ചെയ്തു. ഇത് കാസർഗോഡ് ജില്ലയല്ലേ? പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇവൻ പറഞ്ഞു ഇത് നമ്മളെ രാജാവന്റെ. പക്ഷെ രാജാവ് എപ്പോ ഇടുന്ന ഡ്രസ് ഒന്നും അല്ലാതെ അത് ഉംറയ്ക്ക് വന്നപ്പോ എടുത്ത ഡ്രസ് എടുത്ത ഫോട്ടോ ആണ്. അപ്പൊ ഇപ്പൊ പിന്നെ എന്താക്കി, നല്ല ജീൻസ് പാന്റ് തന്നെ കൊടുത്ത് 2000 പുതിയ ജീൻസ് പാന്റിന്റെ ഫോട്ടോ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഏത് പ്രയാസം മനുഷ്യന് വരുന്നത് എപ്പോഴാണെന്നറിയോ? അല്ലാഹുവിന്റെ സ്മരണ കൈവിടുമ്പോഴാണ്. ഇല്ലേ, ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ മഹാനാണ്, വലിയ വലിയാണ്. ആ വലിയായ മഹാന്റെ അടുത്ത് ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അല്ല ഇമാമേ, എന്റെ ഭർത്താവ് രണ്ടാമത്തൊരു കല്യാണം കഴിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് രണ്ടാമത്തൊരു കല്യാണം കഴിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനെന്താ പ്രശ്നം? കാരണം എന്താ, ഒരാൾക്ക് 4 വരെ കെട്ടാമെന്നല്ലേ മസ്അല. ഇനി ഇതും കേട്ടിട്ട് ചിലപ്പോ പോയിട്ട് നിങ്ങൾ നാളെ തന്നെ രണ്ടാമത്തത്, മറ്റന്നാൾ മൂന്നാമത്തത്, അതിന്റെ പിറ്റന്നാൾ നാലാമത്തത്, പിന്നെ ഒന്നാമത്തെ മരിച്ച ഉടനെ 5ാമത്തെ പേര്. അങ്ങനെ ഒന്നും ചെയ്യാൻ പോയിരണ്ട, ഒന്നുകൊണ്ട് മതിയാക്കുക. ഇനി ചിലപ്പോ 1-ലധികം കെട്ടിയവർ സദസ്സിലുണ്ടാകാം, എന്നാ പിന്നെ 2 കൊണ്ട് മതിയാക്കുക. ചിലപ്പോ 2-ലധികം കെട്ടിയവർ ഉണ്ടാകാം, എന്നാ 3 കൊണ്ട് മതിയാക്കുക. ചിലപ്പോ 3ഉം കഴിഞ്ഞിട്ട് 4 കെട്ടിയവർ ചിലപ്പോ ഉണ്ടാകാം, എന്നാ 4 കൊണ്ട് മതിയാക്കുക. അതിന്റെ അപ്പുറം പോകണ്ട. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഈ പെണ്ണ് പറയാണ്, എന്റെ ഭർത്താവ് രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ഉപദേശിക്കണോ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിനെന്താ പ്രശ്നം? 4 വരെ കെട്ടാനാണല്ലോ മസാല പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞു, അല്ല ഇമാമേ, നിങ്ങളൊരു അന്യ പുരുഷനാണ്, ഞാനൊരു അന്യ സ്ത്രീയാണ്. അന്യ പുരുഷൻ അന്യ പെണ്ണിന്റെ മുഖം നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ മുഖം കാണിക്കാത്തത്. ഒരു പക്ഷേ നിങ്ങൾ അന്യ പുരുഷനായ നിങ്ങൾക്ക് അന്യ പെണ്ണായ എന്റെ മുഖം നോക്കാൻ അനുവദനീയമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ മുഖം നിങ്ങൾക്ക് വെളിവാക്കി കാണിക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ മുഖം നോക്കിയാൽ നിങ്ങൾ പറയൂ, എന്റെ ഭർത്താവിന് വട്ട് എന്ന് പറയൂ. എന്റെ ഭർത്താവിന് എന്തെന്ന് പറയും? വട്ട്. വട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ പിരാന്ത് എന്ന് പറയും. എന്താ ഇത്ര നല്ല ചന്തത്തെ പെണ്ണുണ്ടായിട്ട് പിന്നൊരു പെണ്ണിന് മംഗലാവാൻ പോവാൻ നിൽക്കുന്നല്ലേ ഇവന്? ഫോന്റെ അത്ര വലിയ വട്ട് വരെ ആരുമില്ല. ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാര് നിങ്ങളെ ആളുകളായിട്ട് നിർത്തേണ്ടത് നിങ്ങളെ നിയന്ത്രണത്തിലാവുള്ളത്. അത് നിങ്ങളെ നിയന്ത്രണം. ചിലപ്പോ നിങ്ങളെ ഭർത്താക്കന്മാര് വഴിതെറ്റിയാൽ അതിന്റെ കാരണം നിങ്ങൾ മോശക്കാരായതുകൊണ്ടാണ്. കാരണം എന്താണ്? എന്റെ ഭാര്യ എന്നെ നിയന്ത്രിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാനിപ്പോ പോയപ്പോ വാലിന് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റേജിൽ വാലിന് കഴിഞ്ഞിട്ട് വാഹനത്തിൽ കയറുമ്പോ ഓടി വരുന്നുണ്ട് ഒരു ബാല്യക്കാരൻ ചെറുപ്പക്കാരൻ ഓടിയോണ്ട് വരുന്നു. എന്തിനും ഒരു ചെറിയൊരു സംഖ്യ എന്റെ കയ്യിൽ തരുകയും ചെയ്തു. ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ. വലിയ സന്തോഷമാണ്. ദർശനം തരുമ്പോ നമുക്ക് തന്നില്ലെങ്കിൽ തരില്ല, ദർശനം വലിയൊരു സന്തോഷം. അപ്പൊ ഞാൻ എന്തിനാണ് ദ്വാരക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യന്റെ സ്വഭാവം നന്നാൻ വേണ്ടി ദ്വാരക്കണം. അപ്പൊ നമുക്കിത് തകരാറ് ഭാര്യന്റേതാണോ അല്ല ഇവന്റേതാണോ അറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഭാര്യന്റെ സ്വഭാവം നിന്റെ സ്വഭാവം നമ്മൾ എല്ലാവരും സ്വഭാവം നന്നാക്കി തരട്ടെ. കാരണം ഞാനിപ്പോ ഒരു ഭാഗത്ത് മാത്രമേ, ഒരു വാദം മാത്രമല്ല കേട്ടത്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചോനോട് എന്താണ് ഭാര്യന്റെ സ്വഭാവം, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, ഓൾ എന്നോട് പിണങ്ങിയിട്ട് ഓള് പോയിരിക്ക കുട്ടികളെ കൂട്ടിയിട്ട് പുറക്ക് പോയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഞാനൊരു ചെറിയ ജോക്സ് പറഞ്ഞതാ. ജോക്സ് എന്ന തമാശ, ചെറിയൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ഈ തമാശ പറഞ്ഞത് കൊണ്ട് അവൾ അങ്ങ് ഓടിപ്പോയി, അവളെ വീട്ടിലേക്ക് പോയി കളഞ്ഞു.
അപ്പൊ ഞാൻ ചോദിച്ചു, മനുഷ്യ പെണ്ണിനോട് പറയേണ്ട തമാശയെ പറയാൻ പറ്റൂ, പറയാൻ പാടില്ലാത്ത തമാശ പറയാൻ പാടില്ല. അല്ല, അത് പറയാൻ പാടില്ലാത്ത തമാശ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തമാശ? പിന്നീട് എനിക്ക് മനസ്സിലായത് തമാശ പറയാൻ പാടില്ലാത്ത ഒന്നുമല്ല, ഒരു തമാശ പറഞ്ഞതാണ്. അപ്പൊ പറയാം, എന്റെ ഭാര്യന്റെ മൂഡ് അങ്ങ് പോയി കളഞ്ഞപ്പോ ഉസ്താദേ, ഞാൻ ഓളെ മൂഡ് ഓൺ ചെയ്യാൻ വേണ്ടിട്ട്, ഓളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ചെറിയ തമാശ പറഞ്ഞതാ. ഉറങ്ങുന്ന സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു, എടി പെണ്ണെ, ഞാൻ നിന്റെ മംഗലാന്ന് മുമ്പ് ഞാൻ നമ്മുടെ നാട്ടിലത്തെ പള്ളിക്ക് നേർച്ചയാക്കി. എത്ര റുപ്യന്റെ നേർച്ച? 1 റുപ്യ. 1 റുപ്യ നേർച്ചയാക്കിയിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ 1 റുപ്യ നേർച്ചയാക്കിയതിന്റെ ബർക്കത്ത് കൊണ്ടിട്ട് എനിക്ക് നല്ലൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണോ. അപ്പൊ നിന്നെ തന്നിട്ട് റബ്ബ് പറഞ്ഞു, ഇതുപോലത്തെ 1 റുപ്യക്ക് കിട്ടുന്ന സാധനം ഇതേ, വേറെ സാധനം കിട്ടാല. അപ്പൊ ഇതിലിപ്പോ എന്താണ് പിണങ്ങേണ്ട ആവശ്യം? ഇതിലിപ്പോ എന്താ പിണങ്ങേണ്ട ആവശ്യം? ഇതൊരു തമാശല്ലേ? ഏറിയാല് ഭാര്യക്ക് തിരിച്ചിങ്ങോട്ട് പറയാ, എന്താ പറയാ, ഞാൻ എന്റെ പള്ളിക്ക് നേർച്ചയാക്കി. എത്ര? 1 റുപ്യ അല്ല, പിന്നെ നാൽക്കണ പറഞ്ഞ 25 പൈസ, 50 പൈസ, 25 പൈസ നേർച്ചയാക്കിട്ട് ഞാൻ പറഞ്ഞു, പടച്ച റബ്ബേ, പിന്നെ എനിക്ക് നല്ലൊരു പുതിയാപ്പിള തരണോ ഞാൻ പറഞ്ഞു. അപ്പൊ റബ്ബ് നിങ്ങളെ തന്നിട്ട് പറഞ്ഞു, 25 പൈസക്ക് കിട്ടുന്ന സാധനം തന്നെ, അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കിട്ടാല, അത് കുറച്ച് നേർച്ച വലുതാക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞ തീർന്നല്ലോ, പിന്നെ അതിന്റെ പേരിൽ എന്തിനാ ഗുലുമാല്? ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഈ പെണ്ണ് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ മുഖം നോക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ മുഖം നിങ്ങൾക്ക് കാണിക്കാത്തത്. അതേ സമയത്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. നിങ്ങളതാ ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരു പെണ്ണിന്റെ വാക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ സംസാരം നിർത്താൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പെണ്ണിന്റെ വാക്കാണ് ഇത് എങ്കിൽ എന്റെ യജമാനനായ അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. ഏറ്റവും അർഹതയുള്ളത് അല്ലാഹ് ഇതുപോലൊരു വാക്ക് പറയലല്ലേ. എന്താണ്? അല്ലാഹു ആകുന്ന എന്നെ കാണാനുള്ള അധികാരം ദുനിയാവിൽ ഒരാൾക്ക് ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന നിയമം ഞാൻ പാസാക്കിയിരുന്നുവെങ്കിൽ എന്റെ അടിമയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ചിന്തയല്ലാത്ത വേറെ ഒരു ചിന്ത കടന്നു വരുമായിരുന്നില്ല. ഈ പെണ്ണ് പറയേണ്ട വാക്ക് ഇതിനേക്കാളും അർഹതയുള്ളത് അല്ലാഹ് പറയലാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അതാ ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, അയാൾ ഒരു മത്സ്യം പിടിച്ചു. അയാൾ ഒരു മീൻപിടുത്തക്കാരനാണ്, മത്സ്യപിടുത്തക്കാരനാണ്. ഇമാം അബ്ദുറഹ്മാൻ അസ്സഫൂരി റളിയല്ലാഹു അൻഹു നുസ്ഹത്തുൽ മജാലിസ് എന്ന നേരത്തെ പറഞ്ഞ കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യനാണ്. കാന റജുലുൻ സാലിഹുൻ ബിൽ ഹിന്ദി, ഇന്ത്യയിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്താ മീൻപിടുത്തക്കാരനാണ്. ഒരു ദിവസം അതാ വല കൊണ്ടുപോയി. മീൻ പിടിക്കുന്ന സാധനത്തിന് ഉപയോഗിക്കുന്ന സാധനം ആ ബല കൊണ്ടുപോയി. നമ്മളെ ഭാഗത്ത് ബല പിന്നൊന്നിന് പറയും, എന്തറിയോ? ഉമ്മമാർക്ക് കിട്ടുന്നതല്ലേ വള. അതിനോട് ബല നമ്മളെ അവിടെ ബല ഇരിക്കട്ടെ. അപ്പൊ ഈ ബല പിടിച്ചിട്ട് മീൻപിടുത്തക്കാരനായ ഇയാള് അതാ വക്കത്ത് പോയി, പുഴയുടെ വക്കത്ത് പോയി. അവിടെ ഓരോ മീനങ്ങ് പിടിക്കുകയാണ്. ഒരു മീന് പിടിച്ച ഉടനെ തൊട്ടടുത്ത് മകളുണ്ട്. ആ മീനിനെ മകളെ കയ്യിൽ കൊടുക്കുന്നു. രണ്ടാമത്തെ മീന് പിടിച്ച ഉടനെ മകളെ കയ്യിൽ കൊടുക്കുന്നു. ഈ മകൾ എന്ത് ചെയ്യുന്നു? ബാപ്പ ഏതൊരു പുഴയിൽ നിന്നാണോ മീൻ പിടിക്കുന്നത്, ഈ മകളെ കയ്യിൽ മീൻ കിട്ടിയ ഉടനെ അതേ പുഴയിലേക്ക് വീണ്ടും ഈ മത്സ്യത്തെ വിടുന്നു. മോള് ബാപ്പ മീൻ പിടിക്കാണ്, മോള് അതേ പുഴയിലേക്ക് ഈ മത്സ്യത്തെ വിടുക.
ഏകദേശം ഒരു 100 മീൻ പിടിച്ചു. ഈ 100 മീൻ പിടിച്ചിട്ടും ബാപ്പാക്ക് വല്ലാത്ത സമാധാനാണ്. ഒരു 100 മത്സ്യം കിട്ടിയല്ലോ. മെല്ലെ മകളോട് ചോദിച്ചു, എവിടെ മോളെ മത്സ്യം എവിടെ? മകൾ പറഞ്ഞു, ബാപ്പാ ഞാൻ അതെല്ലാം വെള്ളത്തിലങ്ങ് വിട്ടേച്ചു. സുബ്ഹാനല്ലാഹ്, എന്തൊരു മുസീബത്താണ്. ഞാൻ എടുത്തിട്ട് മുഴുവൻ നിനക്ക് തന്നത് അതേ കച്ചവടത്തിനാണല്ലോ, വീണ്ടും ആ വെള്ളത്തിൽ വിടാനല്ലോ. ആ മകൾ പറഞ്ഞു, ബാപ്പാ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പിടിച്ചു എന്റെ കയ്യിൽ ഏൽപ്പിച്ച മത്സ്യത്തെ ഞാൻ വീണ്ടും അതേ പുഴയിലങ്ങ് വിട്ടേക്കാനുള്ള കാരണം എന്താണ്? അങ്ങ് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസായി അവിടുന്ന് എന്റെ പിതാവായ അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ലാ തഖഉ സമകതു ഫീ ശബകതി ഇല്ലാ ഇദാ ഗഫലത അൻ ദിക്രില്ലാഹ്. ഒരു മത്സ്യം ഒരാള് വെള്ളത്തിലങ്ങ് ബലയിട്ടാൽ ആ ബലയിൽ ഒരു മത്സ്യം കുടുങ്ങണമെങ്കിൽ ആ മത്സ്യം അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് ശ്രദ്ധയില്ലാത്ത നേരത്താകണോ. അല്ലാഹുവിന്റെ ദിക്റ് ചൊല്ലുന്ന നേരമാണെങ്കിൽ ഒരൊറ്റ ബലയിലും ഒരു മത്സ്യവും കുടുങ്ങില്ല. അപ്പൊ ഒരു മീൻപിടുത്തക്കാരൻ ഒരു ബല കൊണ്ടുപോയി പുഴയിലങ്ങിട്ടാൽ ആ ബലയിൽ ഒരു മത്സ്യം കുടുങ്ങണമെങ്കിൽ ഇല്ല ഇദാ ഗഫലത അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ആ മത്സ്യം അശ്രദ്ധയുള്ളതായാലാണ്. കണ്ടോ? അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഒരു മത്സ്യവും ഒരു ബലയിൽ വന്ന് കുടുങ്ങൂല. അള്ളാന്റെ സ്മരണ എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാ ജീവികളും അല്ലാഹുവിനെ ഓർക്കുകയാണ്. തവള എന്നൊരു ജീവിയില്ലേ, കപ്പ എന്ന് പറയും, ഫ്രോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും, കന്നഡയിൽ കപ്പ എന്ന് പറയൂ. കപ്പ അല്ലേ? ഈ കിളങ്ങില്ലേ, കപ്പ. ഇവിടെ കപ്പ തങ്ങളെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ കപ്പ മരക്കിളങ്ങില്ലേ, എന്താ പറയാ, കിഴങ്ങ്. അവിടെ കപ്പ എന്ന് പറയും. അതിനൊരു മീനെല്ലാം ഉണ്ടാക്കിട്ട് ഒന്ന് കുളച്ചാലുണ്ടല്ലോ, എന്തൊരു രസറിയോ. നമുക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല, അടുത്ത വേദന വന്നാൽ അത് കിട്ടുമോ നോക്കാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മള് ആ നേരത്തെ പറഞ്ഞ ആ ഉമ്മ മരിച്ച വീട്ടിൽ അവിടെയായിരുന്നു ഭക്ഷണം. ഇന്നലെയും അവിടെയാണ് എല്ലാവർക്കും ഭക്ഷണം. അല്ലാഹു അതിനൊക്കെ സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങളാക്കി കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇന്നും അവിടെയായിരുന്നു ഭക്ഷണം. പക്ഷേ മരിച്ചത് കൊണ്ട്, മരണപ്പെട്ടത് കൊണ്ട് ഇന്ന് തൽക്കാലം വേറെ ഒരു വീട്ടിലായിരുന്നു ഭക്ഷണം. അല്ലാഹു ഭക്ഷണം തന്നവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കട്ടെ. എല്ലാവർക്കും, ഈ സദസ്സിലുള്ള എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. പറഞ്ഞു വന്നത്, ആ കപ്പ എന്ന ജീവിയില്ലേ തവള, ആ തവളയെ നിങ്ങൾ കൊല്ലരുത്. ചില ആളുകൾ വീട്ടിൽ തവള വന്നപ്പോഴേക്ക് എന്നെ പേടിച്ചുപോയി. മാട്ടമന്ത്രം ആക്കിയത് തോന്നുന്നുണ്ട്. കാരണം തവള വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മമാരെ, നിങ്ങൾക്കാണ് ആ സൂക്കേട് കൂടുതലുള്ളത്. കൂടുതൽ ആ മാട്ടമന്ത്രത്തിന്റെ പിന്നിൽ പോകുന്ന സൂക്കേട് നിങ്ങൾക്കാ ഉള്ളത്. ഉമ്മമാരെ, നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ വർഗത്തിൽപ്പെട്ടവർക്കാണ്. ഉളുവാറിലെ ഉമ്മമാർക്ക് അത്തരത്തിലുള്ള സൂക്കേടൊന്നും ഇല്ല, നമുക്കറിയാം. അതേസമയത്ത് നിങ്ങളെ വർഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് ആ സൂക്കേട് കൂടുതലാണ്. ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് സുബ്ഹാനല്ലാഹ് മഴക്കാലത്ത് ചിലപ്പോൾ തവള വരും. അല്ലെങ്കിൽ നല്ല പച്ച പിടിച്ച സ്ഥലമാണെങ്കിൽ, വെള്ളമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ തവള വരും. അത് വന്നപ്പോഴേക്ക് അപ്പുറത്തെ പുറക്കാരൻ മന്ത്രാക്കിനി, ഇപ്പുറത്തെ പുറക്കാരൻ ഭസ്മ ചൊരിച്ചിനി, മറ്റേ പുറക്കാരൻ മാട്ടാക്കിനി. അങ്ങനത്തെ ഒരു ചിന്തയിലും പെട്ടുപോകണ്ട. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഇവിടെ ഒരു ചെറിയ വേദന വന്നപ്പോഴേക്ക് ഞാൻ നോക്കിയോണ്ടായി എന്തോ ചെയ്തില്ല, അതേ ഇവിടെ വേദന. അങ്ങനെ ഒരു ചിന്ത വരരുത്. ഇതിന്റെ അർത്ഥം മാട്ടമില്ല എന്നല്ല, മന്ത്രമില്ല എന്നല്ല. സിഹിറുണ്ട്, അതിന് മന്ത്രവുമുണ്ട്, അതിന് ധാരാളം തെളിവുണ്ട്. അതിപ്പോ ഞാൻ കടക്കുന്നില്ല. ഒരു കാലഘട്ടത്തെ പുത്തൻവാദികൾ മന്ത്രം, തന്ത്രം, കുന്ത്രം എന്നെല്ലാം പറഞ്ഞ് പരിഹസിച്ചിരുന്നു. ഇന്ന് അതേ പുത്തൻവാദികൾ സുബ്ഹാനല്ലാഹ് മന്ത്രിക്കാൻ പറ്റുമെന്ന ഫത്വയിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രം മാത്രമല്ല, ഖുർആന്റെ സീഡി വെച്ച് കേട്ടാലും ശിഫയാണെന്ന് പറയാൻ വരെ എത്തിയിട്ടുണ്ട്.
ഇരിക്കട്ടെ, ഇവിടെ അത്രക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൊടുക്കുന്നില്ല. ഞാൻ ചുരുക്കുകയാണ്. ആ തവളയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തവളയെ കൊല്ലരുതേ. കാരണം തവളക്ക് നല്ലൊരു സ്വഭാവമുണ്ട്. എന്താണ് തവളക്കുള്ള സ്വഭാവം എന്നല്ലേ? എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റ് ചൊല്ലുന്ന ജീവിയാണ് തവള. അപ്പൊ നിങ്ങളൊരു ജീവിയെ കൊന്നാൽ, ആ തവള എന്ന ജീവിയെ നിങ്ങൾ കൊന്നാൽ എപ്പോഴും ദിക്റ് ചൊല്ലുന്ന ജീവിയെ കൊല്ലലാവും. അതുകൊണ്ട് നിങ്ങൾ കൊല്ലരുത് കേട്ടോ. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കട്ടെ ചെറുപ്പക്കാരെ. തങ്ങൾ നമ്മുടെ വേദിയിലെത്തി. ഇനി അമിതമായി പ്രഭാഷണം നടത്തുന്നത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങ് ചുരുക്കുന്നു. മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? എല്ലാ മഹാന്മാരെ അനുസ്മരിക്കുന്നത് അല്ലാഹുവിലേക്ക് എത്താനാ. താജുൽ ഉലമ അല്ലാഹുവിലേക്ക് ലയിച്ചതെങ്ങനെയാണ്? നൂറുൽ ഉലമ അല്ലാഹുവിലേക്ക് എത്തിയതെങ്ങനെയാണ്? എന്തേ കാരണം? ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ കൂറത്ത തങ്ങളെ ജേഷ്ഠ സഹോദരനായ ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് തങ്ങളെ പേരമകൻ തൊട്ടടുത്തിരുന്നിട്ട് ബുറുദ പാടുകയാണ്. ആ ബുറുദ പാടുമ്പോൾ ഒരു വരിയിലങ്ങ് തെറ്റുവന്നു പോയി. സക്കറാത്തിന്റെ സ്വൽപ്പം മുമ്പാണ് താജുൽ ഉലമ എന്ത് ചെയ്തു? നിലത്തേക്ക് അടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്, ഒന്ന് തിരുത്തുമോ? ആ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല. ആ പുള്ളിയായ തങ്ങൾക്ക് മനസ്സിലായില്ല. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലായില്ല. അവിടുന്ന് മൗനം വീക്ഷിച്ചപ്പോ താജുൽ ഉലമ വഫാത്തിന്റെ നേരമാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, അതിൽ തെറ്റു സംഭവിച്ചത് ഇന്ന വശത്താണ്, തെറ്റ് തിരുത്തേണ്ടത് ഇങ്ങനെയാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് ബുറുദയുടെ വരിയും അങ്ങ് പാടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ താജുൽ ഉലമാനെ മറക്കാൻ പറ്റുമോ? അറിയുമോ? കർണാടകയുടെ മണ്ണിലോ ഈ കാസർഗോഡ് ജില്ലയില് ഒരു കാലഘട്ടത്തെ ആലിമീങ്ങൾ വേണമെന്ന് വരുമ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ലേ കൊണ്ടുവരാറുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ കർണാടകയുടെ അനുഗ്രഹീത പ്രസിദ്ധ കേന്ദ്രമായ ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെയായി മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്ത് അവിടെ മദനിമാരായ പണ്ഡിതന്മാര് സമൂഹത്തിന് സമർപ്പിച്ചപ്പോ ധാരാളം ശിഷ്യന്മാര് കർണാടക സ്റ്റേറ്റിൽ വന്നു, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നു. ആ മദനിമാരായ താജുൽ ഉലമയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് രംഗത്ത് വന്നു. അങ്ങനെയല്ലേ ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്ത് കടന്നു വന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല. നൂറുൽ ഉലമ എംഎ ഉസ്താദ് ആരാണ് അറിയുമോ? ഇന്ന് നമ്മുടെ പള്ളികളുടെ പരിസരത്ത് മദ്രസയുണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്ക് മതവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഭാഗങ്ങൾ നുകർന്നു കൊടുക്കുന്ന വശങ്ങളാണ് മദ്രസ വിദ്യാഭ്യാസം. ആ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം നമ്മുടെ നാടുകളിൽ കടന്നു വരാനുള്ള കാരണമാരാണ്? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഎ ഉസ്താദ് വടകരയിൽ ചേർന്ന സമസ്തയുടെ യോഗത്തിൽ മദ്രസ സംവിധാനത്തിന്റെ പ്രസക്തിയെ അവിടുന്ന് തുറന്നു പറഞ്ഞപ്പോ ഇന്ന് നമ്മുടെ നാടുകളിൽ മദ്രസ സംവിധാനമുണ്ട്. ചോദിക്കട്ടെ, എംഎ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമാണി നിലനിന്നിരുന്ന മഹാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും തദൈവ. അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല. ഇവിടെ ഒരുമിച്ച് കൂടിയ കേരളത്തിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. താജുൽ ഉലമ രക്ഷപ്പെടാൻ വകുപ്പുണ്ട്.
60 വർഷങ്ങളിലേറെയായി ദർസ് നടത്തിയ മഹാനാണ്. 11 റക്അത്തും വിത്ർ നിസ്കരിക്കുന്ന മഹാനാണ്. തഹജ്ജുദ് ജീവിതത്തിൽ മുടക്കാത്ത മഹാനാണ്. സ്വലാത്ത് കൈവിടാത്ത മഹാനാണ്. എം.എ. ഉസ്താദിനെ രക്ഷപ്പെടാൻ ജാമിഅ സഅദിയ മദീ. ഇന്നും ജാമിഅ സഅദിയുടെ തിരുമുറ്റത്ത് കല്ലട്ര ഹാജിയുടെ പരിസരത്തായി കണ്ടില്ലേ എം.എ. ഉസ്താദ് അവിടുത്തെ അനുഗ്രഹീതമായ ജാമിഅ സഅദിയുടെ മുറ്റത്ത് വിശ്രമിക്കുന്നത് കാണുന്നില്ലേ? എത്ര പേരാണ് അവിടെ പോയി യാസീൻ ഓതി അത് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കണം. എം.എ. ഉസ്താദിനെ രക്ഷപ്പെടാൻ അത് മതി. ശംസുൽ ഉലമാക്ക് രക്ഷപ്പെടാൻ അവിടുത്തെ പാണ്ഡിത്യവും ഇബാദത്തും മതി. കണ്ണിയത്ത് ഉസ്താദിനും അതുപോലെ, എല്ലാ മഹാന്മാരും അതുപോലെ. എന്നാൽ ചെറുപ്പക്കാരാ നമുക്കെന്തുണ്ട്? സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവരുകൾ അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ, ശക്തി പകർന്നു കൊടുക്കട്ടെ. അവിടുന്ന് 85 വയസ്സ് കഴിഞ്ഞിട്ടു, ഏകദേശം 80ന്റെ അടുത്ത് വന്നിട്ടു ഒരു നല്ല കെൽപ്പുള്ള ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുന്ന ആദരണീയരായ ഗുരുവര്യർ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ ആർക്ക് വേണ്ടിയാ ഓടി നടക്കുന്നത്? അവിടുത്തെ ഭാര്യ മക്കൾക്ക് വേണ്ടിയാണോ? അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയാണോ? കുടുംബത്തിന് വേണ്ടിയാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, 25,000 വരുന്ന മക്കള് ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നുകരുന്ന ഒരു കേന്ദ്രം സുൽത്താനുൽ ഉലമയുടെ കേന്ദ്രമായ മർക്കസല്ലാത്ത വേറെയൊരു കേന്ദ്രമുണ്ടോ? മർക്കസിന്റെ ഒരു ദിവസത്തിന്റെ ചെലവ് എത്രയാണ്? 3 ലക്ഷങ്ങളിലേറെയാണ്. സുബ്ഹാനല്ലാഹ്, 10 ദിവസത്തിന്റെ ചെലവ് എത്രയാണ്? 35 ലക്ഷങ്ങളിലേറെയാണ്. അതാ 12 മാസങ്ങളുടെ ചെലവ് എത്രയാണ്? 1 കോടിയിലേറെയാണ്. ഒരു കൊല്ലത്തിന്റെ ചെലവ് 1 കോടിയിലേറെ എന്ന് വരുമ്പോ ചോദിക്കട്ടെ, ഒരു വർഷത്തോളം കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഈ സമുദായത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കുന്ന ഒരു നേതാവ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുൽത്താനുൽ ഉലമയല്ലാത്ത വേറെ ഒരു നേതാവില്ല. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, ആ മഹാന്മാരായ നേതൃത്വമോടി നടക്കുമ്പോ പാവപ്പെട്ട നൗഫൽ എന്ത് ചെയ്തു? നൗഫലിന്റെ പ്രസംഗം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വകുപ്പുണ്ടോ? നൗഫലിന്റെ പ്രഭാഷണം കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ നാം എന്ത് ചെയ്തു?